ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. ഇന്നിതാ നമ്മളെ ഒരു കളറ് പോയി വളരെ മോശാവസ്ഥയിലിരിക്കുന്ന എൻ്റെ ഒരു മാലയാണ് കേട്ടോ. പഴയ മാലയാണ്. അല്ല, പുതിയത് വേറെ ഒരെണ്ണം ഞാൻ ഗ്യാരണ്ടീൻ്റെ മേടിച്ചപ്പം അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ടു. ഒന്നാമത്തെ അതിൻ്റെ കൊളുത്ത് പോയായിരുന്നു കേട്ടോ. അപ്പോൾ കൊളുത്ത് മാറ്റിയിട്ട് നല്ല മാലയൊക്കെയാണ്. പിന്നെ ഞാനത് മുക്കാനായിട്ട് മെനക്കെട്ടില്ല, പുതിയതൊരെണ്ണം വാങ്ങിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് അന്നേരം ഇതിനെ എങ്ങനെ കളറ് വെപ്പിക്കാൻ നോക്കാം കേട്ടോ. ഞാനിത് യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. അന്നേരം ഞാനിതിൽ മുന്നേ ഒന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു മോളെ ഒരു മാല വെച്ചിട്ട്. അതൊക്കെ അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ മാല എന്ന് വെച്ചാൽ ഒരു കുറച്ച് കളർ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ തന്നെ ചെയ്തപ്പോൾ നല്ല കളർ വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഏതായാലും ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം പിന്നെ ആ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ചെറുനാരങ്ങ ഉണ്ടായില്ല. അതുകൊണ്ടാണ് കേട്ടോ കുറേ ദിവസം വൈകിപ്പോയത്. അന്നേരം ചെറുനാരങ്ങ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. പിന്നീട് വീഡിയോ എടുക്കാനുള്ള അവസരവും കിട്ടിയില്ല. അതിന് നമുക്ക് എന്തായാലും ചെറുനാരങ്ങ എടുക്കട്ടെ. ഞാൻ ആദ്യം ഒരു പച്ച ചെറുനാരങ്ങയായിരുന്നു എടുത്തത്. അന്നേരം അത് നോക്കുമ്പോൾ പിഴിഞ്ഞിട്ട് നീര് കിട്ടണില്ല. അന്നേരം ഞാനൊരു പഴുത്ത ചെറുനാരങ്ങയും കൂടെ എടുത്തു. അത് പിഴിഞ്ഞ് നന്നായി നീരെടുക്കുക കേട്ടോ. നന്നായി നീരെടുത്തതിന് ശേഷം അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീക്കി കളയുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാല അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് തന്നെ ഈ മഴക്കാലത്താണെങ്കിലൊക്കെ പെട്ടെന്നൊന്ന് കളറ് പോയാലൊക്കെ ഒന്ന് മുക്കാൻ കൊണ്ട് കൊടുക്കാനൊക്കെ റിസ്ക് അല്ലേ. 110 രൂപ കൊടുക്കണം ഒരു മാല ഒന്ന് മുക്കി തരണമെങ്കിൽ. അതായത് നമുക്ക് അത്യാവശ്യം കുറച്ച് നാളൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ അത്യാവശ്യം നമുക്ക് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. തട്ടിയും മുട്ടിയൊക്കെ അങ്ങോട്ട് പോകും. അന്നേരം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനകത്ത് എൻ്റെ മാല മുഴുവൻ പച്ച ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി ഞാനിത് ഉപയോഗിക്കാണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി. അന്നേരം ഇത് ഉപേക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അന്നേരം അങ്ങനെയുള്ളൊരു മാല ഇതിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് കളർ കുറഞ്ഞൊരു മാല എടുത്തത് കേട്ടോ. അന്നേരം ഇത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത മാലയായിരുന്നു. അന്നേരം ഇതിന് ശേഷമാണ് ഞാൻ വേറൊരു മാല മേടിച്ചത്. നമുക്കിവിടെ കളർ ചെയ്യണമെങ്കിലൊക്കെ മാനന്തവാടി കൊണ്ടു കൊടുക്കണം. താല്പര്യമൊക്കെ കൊണ്ടു കൊടുത്താൽ കുറേ ദിവസം കഴിഞ്ഞാലൊക്കെ കിട്ടുള്ളൂ. അന്നേരം ഞാൻ ഇത് നന്നായിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അന്നേരം മഴക്കാലത്തൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന അതിൻ്റെ അകത്തുള്ള ചെടികളൊന്നും പോയി കിട്ടും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അന്നേരം തന്നെ നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാവും. അതിനൊരു പ്രത്യേക കളർ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അത് 2-3 സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ ആദ്യത്തെ സെക്ഷൻ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം നല്ല വ്യത്യാസം വരുന്നുണ്ട്. അന്നേരം പിന്നെ വേണമെങ്കിൽ മാത്രം അടുത്ത സെക്ഷനുകൾ നിങ്ങൾക്ക് ചെയ്താൽ മതി കേട്ടോ. അന്നേരം ഇനി നമുക്ക് എന്താക്കുക, ഈ ചെറുനാരങ്ങയിലേക്ക് തന്നെ എന്താക്കുക, ഈ ചെറുനാരങ്ങ നീരിലേക്ക് ആ ചെറുനാരങ്ങേൻ്റെ തോടും കൂടെ അങ്ങോട്ട് മുറിച്ചിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് പറഞ്ഞാൽ ആ ചെറുനാരങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് അതിനകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടണം. നമ്മളെ മാലേൻ്റെ അകത്തുള്ള അതിൻ്റെ ഇടയിലൊക്കെ കെണിപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒരു അഴുക്കുണ്ടാവുമല്ലോ ഈ പച്ച കളറിലേ. അതൊന്ന് പോയി കിട്ടും വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ അതിന് നമുക്ക് വ്യത്യാസം കാണാം കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മാല ഒന്ന് കോരി നോക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ആ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കിട്ടണില്ല കേട്ടോ. കുറേ പണിപ്പെട്ടിട്ടാണ് മാലയൊന്നും ഒരുവിധം കോരിയെടുത്തേണ്ട. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ അടുത്ത് ഇല്ല. എൻ്റെ മോൾ ഇന്ന് രാവിലെ എന്താക്കിയത് എടുത്ത് പുഴയിലൊക്കെ അങ്ങോട്ടിട്ട്. ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. പൗഡറാണ് കേട്ടോ. അതിനകത്ത് വേണ്ടൊരു മെയിനൊരു സംഭവമായിരുന്നു പൗഡർ. അന്നേരം എൻ്റെ മോൾ രാവിലെ അതെടുത്ത് പുഴയിലിട്ടുകൊണ്ട് വേറെ പൗഡർ ഇല്ല. ഇനിയിപ്പോൾ പൗഡർ വാങ്ങിച്ചിട്ട് വേണം. അന്നേരം നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ഈ പൗഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ഒന്ന് ചെയ്തോളുണ്ട് കേട്ടോ. അന്നേരം ഈ മാല നല്ല ചൂടുണ്ട്. അന്നേരം ഇനി അത് പതുക്കെ ഒന്ന് അതിൻ്റെ അകത്ത് കോരിയെടുക്കാം കേട്ടോ. കോരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നിറവ്യത്യാസം മനസ്സിലാവും. എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാലേൻ്റെ കളറും നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന മാലേൻ്റെ കളറും തമ്മിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അരെ പതുക്കെ ഞാനൊരു തുണീൻ്റെ മുകളിലേക്ക് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. നല്ല ചൂടുണ്ട്. അരെ പതുക്കെ ഒരു തുണീൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല. അതിൻ്റെ നിറവ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. കണ്ടാ വെച്ചാൽ നേരത്തെ ഞാൻ അതിലേക്ക് ഇടുമ്പോഴുള്ള കളർ എന്തായിരുന്നു എന്നുള്ളത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അന്നേരം ഇനി നമ്മൾക്ക് അതിൻ്റെ അകത്ത് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൾഗേറ്റ്. നമ്മൾ പല്ല് തേക്കുന്ന കോൾഗേറ്റ് എടുക്കുക. അത് ഏത് കോൾഗേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു പഴയ ബ്രഷ് എടുക്കുക കേട്ടോ. നമ്മൾ ചെരുപ്പൊക്കെ കഴുകുന്നതൊക്കെ ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ബ്രഷ് ആണെങ്കിലും മതി. അതെടുത്തിട്ട് നന്നായിട്ട് ആ മാലേനെ ഒന്ന് തേച്ച് കഴുകുക കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള അഴുക്കുകളൊക്കെ ഇളകി നിൽക്കുന്നുണ്ടാവില്ല ഇപ്പോൾ തിളപ്പിച്ചപ്പം. അന്നേരം അതൊക്കെ ഒന്ന് പോകും വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നന്നായി കഴുകിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഈ തുടയ്ക്കുന്ന പ്രോസസ്സിങ് കഴിഞ്ഞ പാടാണ് നമ്മളെ പൗഡറിലൊന്ന് ഇത് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായി ഈർപ്പം കളഞ്ഞതിന് ശേഷം നമ്മളെ പൗഡറിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അന്നേരമാണ് അതിനൊരു വൈറ്റ്നെസ് കൂടുതലായിട്ട് കിട്ടുക. അതൊരു ആ ഒരു മിനുസം കിട്ടാനും ഒരു തിളക്കം കൂട്ടാനൊക്കെയാണ് ഈ പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അന്നേരം അത് എൻ്റെ അടുത്ത് പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പൗഡർ ഇടാത്തത്. ഇപ്പോൾ കണ്ടു നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ടോ മാലയ്ക്ക്.
ഇപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സംഭവമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. അന്നേരം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. നമ്മളിതിനകത്ത് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാം നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങൾ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ചെറുനാരങ്ങ മാത്രമാണ് നമുക്ക് വീട്ടിലില്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കേണ്ട സംഭവമുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളാണ്. അതായത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഗ്യാരണ്ടി മാലയൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യാത്ത ആൾക്കാർ കുറവായിരിക്കാം. നമ്മളെപ്പോലെ സാധാരണക്കാരായ ആൾക്കാർ മിക്കവരും ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. മാല അല്ലെങ്കിൽ വളയോ പാദസരോ മോതിരോ എന്തും ആയിക്കോട്ടെ, ഗ്യാരണ്ടീൻ്റെ എന്ത് സംഭവം വേണമെങ്കിലും നമുക്കിങ്ങനെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മാറ്റമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ നല്ല രീതിയിൽ കിട്ടിയോ, എന്താ കാര്യങ്ങൾ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ മുന്നിൽ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നവരാണെങ്കിലും പറയണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റം എന്താണല്ലോ പറയണം. മഞ്ഞപ്പൊടിയിൽ വേണമെങ്കിൽ ലേശം നേരം ഇട്ട് വെക്കാം. ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് വേഗം തന്നെ എടുക്കുന്നുണ്ട്. എന്നാൽ തന്നെ ഇതിൻ്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അതായത് മഞ്ഞപ്പൊടിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ പൗഡറിൽ മിക്സ് ചെയ്യണം കേട്ടോ. പൗഡറിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ കഴുകിയെടുക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് പൗഡർ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് പൗഡർ ഇല്ല. എന്നാൽ തന്നെ കേട്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അന്നേരം ഇനി എനിക്ക് നാളെ തൊട്ട് എനിക്ക് ഈ മാല ഇടാൻ എൻ്റെ കഴുത്ത് കിടക്കുന്ന അവിടെ ഊരി വെക്കാം. അല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാലോ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ. എന്ന് വെച്ചാൽ നല്ല വ്യത്യാസമുണ്ട്. ഇതാ നല്ല കളർ വന്നിട്ടുണ്ട്. അന്നേരം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല കളർ വരുന്നുണ്ട്. അന്നേരം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നോട് കമൻറ്റിലൂടെ പറയുക കേട്ടോ. അന്നേരം ഓക്കെ ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നമ്മളെ വെള്ളത്തിൻ്റെ പ്രശ്നം, മഴ ഇന്നിപ്പോൾ ലേശം കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അന്നേരം ഓക്കെ ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.